ഇന്ന് നമുക്കൊരു ജോലി കിട്ടി കേട്ടോ, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഗായ്സ്. നമുക്ക് എന്തായാലും രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ആ കമ്പനി പോവാം കേട്ടോ ഗായ്സ്. നല്ലൊരു പെട ഡ്രസ്സ് തന്നെ ഇട്ടേക്കാം, എന്താ റെഡ് ഫ്യൂഡി തന്നെ ഇട്ടേക്കാം. പാൻറ്റൊക്കെ ഇത് മതി, മുടിയാക്കിയേക്കാം, മറ്റേ തൊപ്പി വേണ്ട ഗൈസ്. നമ്മളിതാ സെറ്റപ്പായി ഇറങ്ങുകയാണ് ഗായ്സ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ബംഗാളി ബാബു നോക്കിക്കോളും നമ്മുടെ വീട് ഗൈസ്. നമുക്ക് അപ്പോഴത്തേ പോയിട്ട് വരാം ഗൈസ്. നമ്മുടെ ഷിൻചാനൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാട്ട ഗൈസ്. നമ്മൾ നേരെ പോകണം ഗൈസ് ആ കമ്പനിയിലോട്ട് ഗൈസ്. ഷിൻചാനൊക്കെ രാവിലെ പോയി, ഒത്തിരി രാവിലെ എണീറ്റ് പോയിട്ടുണ്ട് ഗൈസ് സ്കൂളിൽ. ഇന്നെന്തോടെ കലോത്സവം ഇങ്ങനത്തെ പരിപാടിക്കാണെന്നാണ് പറഞ്ഞത് ഗൈസ്. നമുക്ക് ഏതെങ്കിലും വണ്ടി എടുക്കണം ഗൈസ്. നമുക്കിതാ നമ്മുടെ പവറിഷ് വണ്ടി തന്നെ എടുത്തേക്കാം, പോർഷെ പനമേരെ ഗായ്സ്. ഇതെടുത്തിട്ട് 2-3 ദിവസമായി ഗായ്സ്, കുറച്ച് ദിവസമായി ഗൈസ് ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് ഗൈസ്. പവർ വണ്ടിയാണ് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത് ഗൈസ്. പവറിഷ് സൂപ്പർ വണ്ടിയാണ് ഗൈസ്. നമ്മൾ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് ഇറക്കിയായിരുന്നു ഗായ്സ്. വലിയ ടയറൊക്കെ വെച്ച് മോഡിഫിക്കേറ്റ് ചെയ്ത് ഇറക്കിയതാണ് ഗൈസ് നമ്മുടെ വണ്ടി ഗായ്സ്. ഇപ്പം നല്ല പവറിലാണ് നമ്മുടെ വണ്ടി പോകുന്നത് ഗൈസ്. പുറവിലത്തെ വീലൊക്കെ ഡാൻസിങ് വീലാണ് നമ്മൾ വെച്ചേക്കുന്നത് ഗൈസ്. ഇത് കണ്ട വീൽ സ്മോക്കൊക്കെ കണ്ട ഗൈസ്, അടിപൊളിയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ലൊക്കേഷൻ ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്തേക്കാം ഗൈസ്. നമ്മൾ ജോബിൻ്റെ ലൊക്കേഷൻ ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പോർഷെ എടുത്ത് നേരെ നമുക്ക് പോവാട്ടോ ഗൈസ്. നമ്മുടെ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും ഗൈസ്. ടെക്നോളജിയാണ് ഗൈസ് അതൊക്കെ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ പോവാട്ടോ ഗൈസ്. നമ്മളെന്തായാലും വണ്ടി കൊണ്ട് നേരെ ജോബിന് പോവുകയാണ് ഗൈസ്. ജോബൊക്കെ കിട്ടിയ ആദ്യ ദിവസമാണ് ഗൈസ്. ആദ്യ ദിവസം തന്നെ അലമ്പൊന്നും ഉണ്ടാക്കണ്ട ഗൈസ്. നമുക്ക് പയ്യെ പോകണം ഗൈസ്. നമ്മുടെ വണ്ടി ഓവർ സ്പീഡായാൽ മറിയാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ടയർ വലുതായിട്ടാണ് മറിയാൻ സാധ്യത ഗൈസ്. നമുക്ക് സ്പീഡ് വിടാം. അയ്യോ ഗായ്സ്, പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് തന്നെ ഇതാ മറിഞ്ഞ് വീണിരിക്കുന്നു ഗായ്സ്. കണ്ടോ ഗായ്സ്, നമ്മളെ ആ വണ്ടിക്കാരും തട്ടിയപ്പോഴത്തേക്ക് തന്നെ നമ്മളിതാ മറിഞ്ഞ് വീണ് ഗായ്സ്. ഇനി എന്ത് ചെയ്യും ഗായ്സ് എനിക്കറിയത്തില്ല ഗായ്സ്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കട്ടെ ഗായ്സ്. തന്നെ കിടന്ന് ഓടുന്നു ഗായ്സ്. ഈ വണ്ടിക്കകത്തെന്തോ കുട്ടിച്ചാത്തം കയറിയോ ഗായ്സ്? എനിക്കറിയത്തില്ല ഗായ്സ്. ഈ വണ്ടിക്കകത്ത് എന്തോ കുട്ടിച്ചാത്തം കയറി ഗായ്സ്. നമുക്ക് എന്തായാലും നടക്കാട്ടോ ഗായ്സ്. നമ്മളെന്തായാലും നടക്കുവാണ് ഗൈസ്. ഇവിടെ മഴയൊക്കെ ചെറുതായിട്ടിടയ്ക്ക് പെയ്യുന്നുണ്ട് ഗായ്സ്. കുഴപ്പമില്ല ഗായ്സ്. നമുക്ക് നേരെ നമ്മളുടെ ഇതിനകത്തോട്ട് പോവാട്ടെ ഗായ്സ്. അങ്ങനെ നമ്മുടെ ജോബൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയി ഗായ്സ്. ഇനി നമുക്ക് നേരെ തിരിച്ചു പോകണം ഗായ്സ്. നമ്മളെ ഇനി തൊട്ട് ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോ ഇടണമെന്ന് ഞാൻ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഇന്ത്യൻ ബൈക്സ് വീഡിയോസ് വേണമെന്ന്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗായ്സ്. ഇന്ത്യൻ ബൈക്സ് വീഡിയോസ് വേണമെന്ന്. കുറേ അപ്ഡേഷനൊക്കെ ഇപ്പോൾ വന്നു ഗായ്സ്. എന്തായാലും നമുക്ക് ഒരു ദിവസം കളിക്കാം ഗൈസ്. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ ഇന്ത്യൻ ബൈക്ക് വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ പണ്ടൊക്കെ ഇന്ത്യൻ ബൈക്സ് ആണല്ലോ ഇട്ടുകൊണ്ടിരുന്ന ഡെയിലി ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഈ കാർ എടുത്ത് നേരെ നമുക്ക് എവിടോട്ട് പോകണം ഗൈസ്? നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകണം ഗൈസ്. നമുക്ക് എന്തായാലും സ്പീഡ് വിടണം ഗൈസ്. എന്തായാലും ഗൈസ് നമ്മുടെ ഈ വണ്ടി അങ്ങോട്ട് തട്ടി ഇടാം ഗൈസ്. ഈ വണ്ടി വെച്ച് ഇടിച്ചിടുമ്പോൾ നല്ല രസമായിരിക്കും ഗൈസ്. നമ്മുടെ വണ്ടി അങ്ങനെ നേരെ വന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ വണ്ടി സെറ്റപ്പായി ഗായ്സ്. ഇനി ഇതിൻ്റെ വീലങ്ങ് ചേഞ്ച് ചെയ്യണം ഗായ്സ്, അല്ലെങ്കിൽ സീനാവും ഗായ്സ്. എന്തായാലും നമുക്ക് വീലൊക്കെ ചേഞ്ച് ചെയ്യാം ഗായ്സ്. ഷോറൂമിൽ കൊടുത്തൊന്ന് വീല് ചേഞ്ച് ചെയ്യണം ഗായ്സ്. അല്ലെങ്കിൽ എപ്പോഴും വണ്ടി മറിയാൻ സാധ്യതയുണ്ട് ഗായ്സ്. മറിഞ്ഞ് വണ്ടിക്ക് ഭയങ്കര ഡാമേജൊക്കെ പറ്റാൻ വളരെ സാധ്യതയുണ്ട് ഗായ്സ്. അതുകൊണ്ട് നമുക്ക് മെക്കാനിക് ഷോപ്പിലോട്ട് പെട്ടെന്ന് വിടാട്ട. ബെന്നിയുടെ മെക്കാനിക് ഷോപ്പാണ് ഗൈസ്. അവിടെ പോയിട്ട് നമുക്ക് വണ്ടി സെറ്റാക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ടയറൊക്കെ ചെറുതാക്കി ഗൈസ്. ഇനി നമുക്ക് നേരെ പോവാട്ട ഗൈസ്. ഇനി നമ്മുടെ വണ്ടി ഒരിക്കലും അറിയില്ല ഗൈസ്. കിടുക്കാച്ചി ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഷോറൂമിൽ നിന്നപ്പോൾ നമ്മുടെ ലെസ്റ്റർ എണ്ണ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. അതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ലുക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഗൈസ്. നമുക്കിവിടെ നിർത്തിയിട്ട് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കാണിക്കാട്ടോ ഗൈസ്. കുറച്ചും കൂടെ പോട്ടെ ഗൈസ്, നല്ലൊരു സ്ഥലത്ത് നിർത്താം ഗൈസ്. നമുക്ക് കുറച്ചും കൂടെ ഓടി നല്ലൊരു സ്ഥലത്ത് നിർത്താം ഗൈസ്. നമുക്ക് ഇവിടെ നിർത്തണോ ഗൈസ്? ഇവിടെ തന്നെ നിർത്താം ഗൈസ്. നമ്മളിതാ ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ കാണാം
ഗൈസ് ഇതാണ് നമ്മുടെ എന്തുവാ ഗായ്സ്, ഇതാണ് നമ്മുടെ പോർഷ ഗായ്സ്. പവർ ലുക്കല്ലേ, ഓറഞ്ച് കളറും പിന്നെ ലയണിൻ്റെ സ്റ്റിക്കറും പിന്നെ പച്ച ടയറും മുന്തിരി വൈബാണ് ഗൈസ്, മുഞ്ചിയ വൈബാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗായ്സ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗായ്സ് നമുക്ക് എന്തായാലും നേരെ പോവാട്ടെ ഗായ്സ്. നമ്മൾ ഇതാ എത്തിയിട്ടുണ്ട് ഗായ്സ് നമ്മുടെ ലൊക്കേഷൻ. ഗായ്സ് അടിപൊളി ലൊക്കേഷനാണ് ഗൈസ് ഇത് ഗായ്സ്. നമുക്ക് നേരെ അകത്തോട്ട് കയറാം കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി ഗായ്സ്. എന്നിട്ട് ഇതാ നമ്മൾ ഇറങ്ങി ഗായ്സ്. അവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ലെസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു സംഭവം വന്നിട്ടുണ്ടെന്നാണ്, ഒരു ഗോൾഡ് ബാർ വന്നെന്നാണ് പറഞ്ഞത്. കുറേ ഗോൾഡ്സൊക്കെ ബാങ്ക് ആരും റോബർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചേക്കുവാണെന്നാണ് പറഞ്ഞത് ഗെയ്സ്. എന്തായാലും നമുക്ക് അടിച്ചു മാറ്റി കൊടുക്കണം ലെസ്റ്ററിന് ഗെയ്സ്. അതിന് വേണ്ടി ലെസ്റ്റർ എനിക്ക് വെപ്പണൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഗെയ്സ്. നമുക്ക് പോലീസ് സ്റ്റേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമുക്ക് വഴി ചെറുതായിട്ടൊന്ന് തെറ്റിയായിരുന്നു ഗൈസ്, കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമുക്ക് വേഗത്തിൽ വിടാം കേട്ടോ ഗൈസ്, നല്ല സ്പീഡിൽ വിടണം ഗൈസ്. ആ ഗോൾഡ് അവിടുന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമുക്ക് അടിച്ച് മാറ്റണം ഗൈസ്. നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. ദാ ഫ്രണ്ടിലായിട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ ദാ വണ്ടി അങ്ങ് തിരിക്കുവാണ് ഗൈസ്. നമുക്ക് ഈ വണ്ടി ഇവിടെ ഇട്ടേക്കാം ഗൈസ്, ഇവിടെ ഇച്ചിരി കൂടെ നീക്കിയിട്ടേക്കാം, പെട്ടെന്ന് എസ്കേപ്പ് ആവാവുന്ന രീതി നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കാം ഗൈസ്. നമ്മളിവിടെ എസ്കേപ്പ് ആവുന്ന രീതി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി പോവാട്ടോ കേസ്. നമ്മൾ ഏകദേശം നമ്മുടെ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. നമുക്ക് വെപ്പൺ എടുത്തങ്ങ് ഫയർ ചെയ്യാം കേട്ടോ ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ വെപ്പൺ എടുത്തങ്ങ് ഫയർ ചെയ്യുവാണ് ഗൈസ്. അയ്യോ ഗായ്സ്, നമുക്ക് പാളി ഗായ്സ്, ആ സാധനം എടുക്കാൻ പറ്റിയില്ല ഗായ്സ്, പരാജയപ്പെട്ട് ഗായ്സ് നമ്മൾ ഈ റോബറി ഗായ്സ്. ഞാൻ അങ്ങനെയൊന്നും തോക്കുന്നവനല്ല കേസ്. ഞാൻ ഇപ്പം കാണിച്ചു തരാം ഒരു പവർ ഐഡിയ. എടാ പോലീസുകാരെ, എന്നെ എത്ര വെടിവെച്ചാലും ഞാൻ പവറാണ് ഗെയ്സ്. നമുക്ക് എന്തായാലും ആ സംഭവം ഒന്ന് എടുക്കണം ഗെയ്സ്, അല്ലെങ്കിൽ ലെസ്റ്റർ എന്നെ പഴക്ക് പറയും ഗായ്സ്. ലെസ്റ്റർ പറഞ്ഞതാണ് ഗൈസ് റോബർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഗായ്സ്. ഞാൻ അത് കേട്ടില്ല ഗായ്സ്. എന്തായാലും പ്രശ്നമായി ഗായ്സ്. ഇനി ഞാൻ എടുത്തിട്ടേ അടങ്ങും ഗായ്സ്. ഞാൻ പിന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ തിരിച്ചു വിടാൻ പോവാണ് ഗൈസ് എൻ്റെ വണ്ടി ഗായ്സ്. പിന്നെ എനിക്ക് എടുത്തേ പറ്റൂ ഗായ്സ്, അല്ലെങ്കിൽ സീനാവും ഗായ്സ്. നമ്മളിതാ പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് നേരെ വണ്ടി അകത്ത് കയറ്റി ആ സംഭവം എടുക്കാം ഗൈസ്. നമ്മളിതാ എത്തി ഗായ്സ്. ഇനി നമുക്ക് അകത്ത് കയറ്റി സംഭവം എടുക്കാം ഗായ്സ്. നമുക്ക് നേരെ വണ്ടി ഇടിച്ചകത്ത് കയറ്റാം ഗായ്സ്. ഇടിച്ചകത്ത് കയറ്റാൻ കുറച്ച് സീനാണ് ഗായ്സ്, എന്തായാലും ഇടിച്ചകത്ത് കയറ്റാം ഗായ്സ്. കൊച്ചു വാതലാണല്ലോ ഗായ്സ്. നമുക്ക് ഇറങ്ങി എടുത്തിട്ട് വരാം കേസ്. നമുക്ക് ഇറങ്ങിയിട്ട് എടുക്കണം. അതിന് മുമ്പ് ഈ പോലീസുകാരനൊക്കെ ഇരിക്കട്ടെ ഗായ്സ്. നമുക്ക് എടുക്കണം ഗൈസ് സംഭവം ഗായ്സ്. നമ്മൾ സംഭവമൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം കേസ് ഇനി എസ്കേപ്പ് ഇടണം ഗായ്സ്. ദാ യുവമാരും ഉണ്ടോ ഗായ്സ്, ഇവിടെ വന്ന് ബ്ലോക്ക് ഇട്ട് നിൽക്കുവാണ് കേസ്. നമ്മളൊരു പോലീസുകാരനെ ദാ ഫ്രണ്ടിൽ തൂക്കിക്കൊണ്ട് പോകുന്നുണ്ടാ ഗായ്സ്. നല്ല വൈബുണ്ട് ഗായ്സ്. ദാ അവൻ ദാ കിടന്ന് ഓടുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ അവനെ ഇടിച്ചിട്ടിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് കറക്കി എടുക്കാം ഗായ്സ്. നമുക്ക് കറക്കിയെടുത്ത് ഈ പോലീസ് സ്റ്റേഷനെ മതിലിടിച്ച് പൊളിക്കാം ഗായ്സ്. നമ്മളിതാ കറക്കിയൊക്കെ നമ്മുടെ വണ്ടി എടുക്കുന്നുണ്ട് ഗായ്സ്. പവറായി ഗായ്സ്. യുവമാരൊക്കെ വെടിവെച്ച് സീനാക്കുന്നുണ്ട് ഗായ്സ്. ഭയങ്കര സീനാണ് ഗൈസ് യുവമാരൊക്കെ ഗൈസ്. നമുക്ക് എസ്കേപ്പ് ഇടണം ഗായ്സ്, അല്ലെങ്കിൽ സീൻ പിടിച്ച് യുവമാരൊക്കെ എന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഗായ്സ്. എന്തായാലും നമ്മുടെ വണ്ടി ഇതാ സ്റ്റണ്ട് അടിച്ച് പോകുന്നു ഗായ്സ്. അയ്യോ ഗായ്സ്, നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ മറിയുന്നുണ്ട് ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇങ്ങനെയൊക്കെ വണ്ടി മറിയുന്നത് ഗായ്സ്. നമ്മൾക്ക് നേരെ വിടാട്ടോ ഗായ്സ്. നമ്മൾ നേരെ ആണെങ്കിൽ നമ്മുടെ സ്പീഡ് വിടുവാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് സ്പീഡ് വിടണം ഗായ്സ്, അല്ലെങ്കിൽ യുവമാർ വന്ന് സീനാക്കാൻ സാധ്യതയുണ്ട് ഗായ്സ്. എന്തായാലും കുഴപ്പമില്ല ഗായ്സ്, നമുക്ക് പെട്ടെന്ന് വിടാട്ടോ വണ്ടി ഗൈസ്. നമ്മൾ സ്പീഡ് പവറാക്കി വണ്ടി വിടുവാണ് ഗൈസ്. ഏകദേശം സ്പീഡ് പവറിഷാക്കി വിടുവാണ് ഗൈസ് നമ്മുടെ വണ്ടി ഗൈസ്. സീനായിട്ട് പുകയുന്നുണ്ട് ഗായ്സ് നമ്മുടെ വണ്ടി ഗായ്സ്. ഭയങ്കര സീനായിട്ടൊക്കെ പുകയും കരിയൊക്കെ വരുന്നുണ്ട് ഗായ്സ്. എൻ്റെ മുഖത്ത് അടിച്ചിട്ട് എനിക്ക് ചുമ വന്നിട്ട് വയ്യ ഗൈസ്. ഓഹോ ഗൈസ്, ഭയങ്കര പുക ഗൈസ്. എന്തിരി കഷ്ടമാണ് ഗൈസ്. ഇവന്മാർ ഫയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഇതാ ഫയർ ചെയ്ത്
നമ്മുടെ വണ്ടിയുടെ ബ്രേക്കൊക്കെ കത്തിപ്പോയെന്നാണ് തോന്നുന്നത് ഗായ്സ്. വണ്ടിയാണെങ്കിൽ സ്റ്റണ്ട് അടിച്ചൊക്കെ പോണു ഗൈസ്. ബ്രേക്കും കിട്ടുന്നില്ലല്ലോ ഗായ്സ് വണ്ടിക്ക്. ഗായ്സ് വണ്ടി മിക്കവാറും തീ പിടിക്കാൻ സാധ്യതയുണ്ട് ഗായ്സ്. ഭയങ്കര പുക ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഈ വണ്ടി എങ്ങനെ തീ പിടിച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് വില കൊടുത്ത് മേടിച്ച വണ്ടിയാണ് ഗൈസ്. ഇതെങ്ങനെ തീ പിടിച്ചാൽ എന്ത് ചെയ്യും ഗായ്സ്? എനിക്ക് ആകെ ഉള്ള എക്സ്പെൻസീവ് വണ്ടിയാണ് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ടേ പറ്റൂ ഗായ്സ്. വണ്ടി പോകാനും കുഴപ്പമില്ല ഗൈസ്, ജീവൻ പോകാതിരുന്നാൽ മതി ഗായ്സ്. നമുക്ക് എന്തായാലും പോവാട്ടെ ഗൈസ്. ഭയങ്കരമായിട്ട് കത്തിപ്പിടിക്കുന്നുണ്ട് ഗായ്സ്. അയ്യോ ഗായ്സ്, സാർ ഫയർ ചെയ്യോ? കത്തി ഗായ്സ്. അയ്യോ ഗായ്സ്, നമ്മുടെ വണ്ടി കത്തി ഗായ്സ്. ദാ നമ്മളെ ജയിലിട്ട് ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗായ്സ്. നമ്മളെ ജയിലിൽ പിടിച്ച് അവന്മാരിട്ടല്ലോ ഗായ്സ്. ഇനി എന്നോടാ കളി. ഞാൻ അവന്മാരുടെ ഒരു വെപ്പൺ അടിച്ച് മാറ്റട്ടെ ഗായ്സ്. നമ്മളങ്ങനെ അവന്മാരുടെ കയ്യിൽ നിന്ന് വെപ്പൺസ് അടിച്ച് മാറ്റി ഗൈസ്, അവന്മാരറിയാതെ ഗൈസ്. നമുക്ക് അവന്മാരെ ഫയർ ചെയ്യാം ഗായ്സ്. എടാ പോലീസുകാരെ, നീയൊക്കെയല്ലേ എന്നെ പിടിച്ചാൽ. അയ്യോ ഗായ്സ്, പിന്നെ അലർട്ടായി ഗായ്സ്. ഓടിക്കോ ഗായ്സ്, ഇവിടെ വണ്ടി കാണുന്നില്ല ഗായ്സ്. നമുക്ക് ഇറങ്ങി ഓടാം ഗൈസ്. ഇവിടെ വണ്ടിയൊന്നുമില്ല ഗായ്സ്. നമ്മുടെ പോർഷെ കത്തിപ്പോയി ഗായ്സ്. ഇനി എന്ത് ചെയ്യും ഞാൻ? എനിക്കിനി പോർഷെ ഇല്ല ഗായ്സ്. നമുക്ക് ഗൈസ് ഇനി എന്ത് ചെയ്യും ഗായ്സ്? ആ പോർഷെ കത്തി നശിച്ച് ഗായ്സ്. എൻ്റെ പോർഷെ ഗായ്സ് ദോ അവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട്, കത്തി നശിച്ച് ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഗായ്സ്. എൻ്റെ പോർഷെ ഗായ്സ്, എന്തൊരു കഷ്ടമാണ് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ടേ പറ്റൂ ഗായ്സ്. നമുക്ക് ഇറങ്ങി ഓടാം ഗായ്സ്. യുവമാരാണെങ്കിൽ ഫയർ ചെയ്യുന്നു ഗായ്സ് പുറവിന് ഗായ്സ്. എന്തൊരു ഫയറിങ് ആണ് ഗൈസ് യുവമാരൊക്കെ ചെയ്യുന്നത് ഗൈസ്. എനിക്കാകെ സെഡായിട്ട് വയ്യ ഗായ്സ്. യുവമാർ ഭയങ്കര ഫയറിങ് ആണ് ചെയ്യുന്നത് ഗായ്സ്. എന്തൊരു കഷ്ടമാണ് ഗൈസ് യുവമാരൊക്കെ ഗൈസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് സബ്സ്ക്രൈബിൻ്റെ ആ എഡിറ്റിംഗ് ഒക്കെ കാണത്തില്ല കേട്ടോ ഗായ്സ് ഈ വീഡിയോയിൽ. ഗായ്സ് ഈ വീഡിയോ ഡബ് ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ടാണ് ഗൈസ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് ഗായ്സ് പ്ലീസ് മച്ചാമാരെ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളൊന്ന് കാണണേ ഇരുന്ന്. ചേട്ടന് വേണ്ടിയെങ്കിലും ഫുള്ള് കാണണേ മക്കളെ. ഗായ്സ് നമുക്ക് എന്തായാലും എസ്കേപ്പ് ഇടണം ഗായ്സ്. ഇവിടുന്ന് ചാടി പോകണം ഗായ്സ്. എസ്കേപ്പ് ഇട്ടില്ലെങ്കിൽ ആകെ സീനാവാൻ സാധ്യത ഉണ്ട് ഗായ്സ്. എന്തായാലും എസ്കേപ്പ് ഇടാം ഗായ്സ്. എന്തായാലും ഗൈസ് നമുക്ക് എസ്കേപ്പ് ഇട്ടേ പറ്റുള്ളൂ വീഡിയോ. ബൈ ഗായ്സ്.